ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നാണ് ഈ ഒരു വീക്ക്ലി ടാസ്ക് അവസാനിച്ചത്. ഇന്നത്തെ ആ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കോട് കൂടി വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനുമാണ്. ഈ ഒരു ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണ്. പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിലും പറയാം, ജസ്റ്റ് ഒരു അനുമാനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ആ ഹൗസിലുള്ളവർക്ക് ഇത്രയും റേഞ്ചിൽ ചിന്തിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ലെവലിൽ ചിന്തിച്ച് ഒരാൾക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയും റേഞ്ചുള്ള ബുദ്ധിയുള്ള ആളുകളൊന്നും അവിടെ ഇല്ല. അപ്പൊ എന്താണ് പറയാൻ വന്നതെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇത് ഒരുപാട് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും അല്ല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഒരു തവണ പോലും ജയിലിലേക്ക് പോയിട്ടില്ല. ഇന്നാണെങ്കിൽ ആര്യന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ടുമുണ്ട്. അത് തെറ്റാണെന്ന് ആര്യൻ സമ്മതിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു തെറ്റ്, അതിന്റെ പേരില് ആര്യനെ ജയിലിലേക്ക് വിട്ടാൽ ആര്യനെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ പറ്റാതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി നഷ്ടമാകും. അത് ക്യാപ്റ്റൻസി നോമിനേഷനിൽ പോലും, ആ പ്രക്രിയയിൽ പോലും പങ്കെടുക്കാൻ പറ്റാതെ ജയിലിൽ കിടക്കുകയായിരിക്കും. അനീഷിന്റെ കാര്യം അറിയാമല്ലോ, 3 ആഴ്ചയായിട്ട് അനീഷ് ജയിലിലാണ്. ക്യാപ്റ്റൻസി നോമിനേഷൻ നടക്കുന്ന സമയത്ത് പോലും അനീഷ് ജയിലിലാണ്. അപ്പൊ ഇവര് ബുദ്ധിയോടെ ചിന്തിച്ച് വീട്ടുകാരെല്ലാവരും കൂടി ആര്യനെ ജയിലിലേക്ക് വിട്ടാൽ, ആര്യനെയും പിന്നെ ആദിലേനെയും, ലെറ്റ്സ് അസ്യൂം ആര്യനെയും ആദിലേനെയും ജയിലിലേക്ക് വിട്ടു എന്ന് വിചാരിക്കുക, രണ്ടുപേർക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി അങ്ങ് നഷ്ടമാവുകയാണ് അടുത്ത ആഴ്ചത്തേക്കുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും നോമിനേഷനിലേക്ക് വരികയാണ്, പ്രേക്ഷക വിധി തേടുകയാണ്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനായിട്ട് തന്നെ പറയുകയാണ്. ഇങ്ങനെ സംഭവിച്ചാൽ നല്ലത്. കാരണം ഇത് ബുദ്ധിയോടെ പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. ഇങ്ങനെ ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ മണ്ടന്മാരാണെന്നേ പറയാറുള്ളൂ ഈ സീസണിലെ ആളുകൾ. കാരണം പേഴ്സണൽ വെഞ്ചൻസ് അല്ലെ ആ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് ഇവര് ജയിലിലേക്ക് തിരഞ്ഞെടുക്കുകയാണെന്ന് തന്നെ ഞാൻ പറയും. അനീഷിനെയോ ഷാനവാസിനെയോ അനുമോളെയോ ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളെ വിടാനായിട്ടുള്ള പരിപാടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവര് മണ്ടന്മാരാണെന്ന് തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്യും. പ്രത്യേകിച്ച് അനുമോളെ ജയിലിലേക്ക് വിടാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇന്നലത്തെ രാത്രിയിലത്തെ ആ ഒരു ഇഷ്യൂ കാരണം അത് എല്ലാവരും ഒറ്റപ്പെടുത്തിയ ആ ഒരു കേസാണ്. അതാണ് അനുമോളെ അത്രയും മാനസികമായിട്ട് തളർത്തിയത്. അനുമോളെയും ആദിലെയും കൂടി ജയിലിലേക്ക് വിടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ, എൻ്റെ ഒരു ഫാൻ തിയറി പറയുന്നു എന്ന് മാത്രം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.